കുട്ടിക്കാലം പിന്നിട്ട് പെൺമക്കൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധയും കരുതലും വേണ്ട കാലമാണിത്. ഒന്ന് കണ്ണു തെറ്റിയാൽ മതി കുട്ടികളുടെ ജീവിതത്തിൽ അപകടം സംഭവിക്കാൻ. തിരുവനന്തപുരം നഗരൂരിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനുമൊപ്പം ഉത്സവം കലാപരിപാടി കാണാൻ ക്ഷേത്രത്തിലെത്തിയ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് അയൽവാസിയാണ്. രാത്രിയിൽ ചായയും വളകളും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ യുവാവ് കുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. കേസിൽ വെള്ളല്ലൂർ സ്വദേശി ശ്യാമിനെ നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശിവരാത്രി ഉത്സവ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കൊടുവള്ളൂർ ചേർന്നമംഗലം ശിവക്ഷേത്രത്തിൽ കാക്കാരിശി നാടകം കാണാനെത്തിയതായിരുന്നു പെൺകുട്ടി. അമ്മയ്ക്കും അമ്മയുടെ രണ്ടാം ഭർത്താവിനുമൊപ്പം രാത്രി 8:30 പെൺകുട്ടി കലാപരിപാടി കാണാനെത്തിയത്. കാക്കാരിശി നാടകം കണ്ടുകൊണ്ടിരിക്കെ രാത്രി 11:30 ചായയും വളകളും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പരിചയക്കാരനായ യുവാവ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ക്ഷേത്രത്തിന് സമീപം അടച്ചിട്ടിരുന്ന ഇയാളുടെ ഭാര്യാഗൃഹത്തിൽ എത്തിച്ച് ബലാത്സംഗത്തിനിരയാക്കിയെന്നാണ് കേസ്. ഏറെ സമയം കഴിഞ്ഞിട്ടും പെൺകുട്ടിയും യുവാവും മടങ്ങി വരാത്തതിനെ തുടർന്ന് മാതാവും രണ്ടാം ഭർത്താവും ചേർന്ന് അന്വേഷണം നടത്തി. ഇരുവരും ആൾതാമസമില്ലാത്ത വീടിനടുത്തെത്തിയപ്പോൾ ഉള്ളിൽ നിന്നും ഒരു യുവാവ് ഇറങ്ങി ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പരിശോധനയിൽ വീടിനുള്ളിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടി വിവരങ്ങൾ ധരിപ്പിച്ചതോടെ രക്ഷിതാക്കൾ നഗരൂർ പോലീസിൽ പരാതി നൽകി. പെൺകുട്ടിയും മാതാവും ആലുവയിലുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 2 മാസം മുമ്പാണ് ഇരുവരും നാട്ടിലെത്തിയത്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത പോലീസ് വെള്ളല്ലൂർ സ്വദേശി ശ്യാമിനെ അറസ്റ്റ് ചെയ്തു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.